നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ തുടരുകയാണ്. സ്വാഭാവികം, വേൾഡ് കപ്പ് പോലുള്ളൊരു ബിഗ് ഇവൻ്റ് കഴിയുമ്പോൾ കുറച്ച് നാളുകൾ അതിനെക്കുറിച്ച് തന്നെ ചർച്ച വരും. അതിനിപ്പോൾ ആരും ഒന്നും കരുതിയിട്ട് ഒരു കാര്യവുമില്ല. അതങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും ബിഗ് ഷോയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. എന്തായാലും ആ ഫൈനൽ നിയന്ത്രിച്ച റഫറിയൊക്കെ വിരമിച്ചു. ഇപ്പോൾ അർജൻറ്റീനയുടെ താരം, ഈ വേൾഡ് കപ്പ് കളിച്ച താരം ഹോസെ മാനുവൽ ലോപ്പസ് പറയുന്നു ഒരു റീമാച്ച് വേണം, സ്പെയിനുമായിട്ടൊരു റീമാച്ച് വേണം. അത് പക്ഷേ വേൾഡ് കപ്പ് ഫൈനൽ റീമാച്ച് നടത്തണമെന്നല്ല, ഫൈനലിസിമ ആയാലും മതി. ഒരു കളി സ്പെയിനുമായിട്ട് വീണ്ടും കളിക്കണം, അവിടെ ജയിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അത് TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോസെ മാനുവൽ ലോപ്പസ് പറയുന്നു സ്പെയിനുമായിട്ടൊരു റീമാച്ച് വേണം. യെസ്, വി വാണ്ട് ടു പ്ലേ അഗെയിൻസ്റ്റ് ദി ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ടീമുകൾക്കെതിരെ കളിക്കണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. പുതിയ ചലഞ്ചുകൾ മുന്നിൽ വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പെയിനെതിരെ ഇനിയും കളിക്കണം. ഫൈനലിസിമ നടക്കുകയാണെങ്കിൽ സന്തോഷം. ഏതായാലും മുന്നിലുള്ള ചലഞ്ചുകളെയാണ് ഞങ്ങൾ ഇനി നോക്കുന്നത്. കോപ്പ അമേരിക്ക, അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഫ്ലാക്കോ ലോപ്പസ് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്നു, ദേശീയ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു. ഞാൻ ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇതുണ്ടായിരുന്നില്ല. ടീമിനെ സഹായിക്കാൻ കഴിയുക, അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുക, ഇതൊക്കെ വലിയ കാര്യമാണ്. ഏതായാലും അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ലാനൂസിൽ ജനങ്ങൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ, അവരുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ടെന്ന് കാണുമ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണത്. എന്തായാലും ഇനി അടുത്തതെന്താണ്? അതാണ് അടുത്ത തവണ ഞങ്ങളത് നേടും. അടുത്ത തവണ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേടും. അൺഫോർച്ചുനേറ്റ്ലി ഈ തവണ ഞങ്ങൾ അവസാന ഘട്ടത്തിൽ വീണുപോയി. എങ്കിലും എല്ലാം സമർപ്പിച്ച് തന്നെയാണ് കളിച്ചത്. അവസാനം വരെ ഞങ്ങൾ പോരാടുകയും ചെയ്തു. ഞങ്ങൾ ആഗ്രഹിച്ച പോലെയല്ല അവസാനിച്ചെന്നുള്ളത് ശരിയാണ്. എന്നാലും സ്ട്രേഞ്ച് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ റൂമറുകൾ പറയുന്നവരോട് ഒന്നും പറയാനില്ല, വളരെ ക്രേസി ആയിട്ട് തോന്നുന്നു എന്നുകൂടി ലോപ്പസ് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.